ഫ്രണ്ട്സ്, എല്ലാവർക്കും എജ്യൂസ് പാർക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം എന്നിവയാണ്. ക്ലാസ് 5 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2 മണിക്കൂറാണ് സമയം. ആകെ സ്കോർ എന്ന് പറയുന്നത് 45ആണ്. അപ്പോൾ ഓരോ ആരോഗ്യ കായികത്തിന് 15 മാർക്കിൽ, പിന്നെ തൊഴിലിന് 15 മാർക്ക്, ആരോഗ്യത്തിന് 15 മാർക്ക്, കലയ്ക്ക് 15 മാർക്ക്, ഇങ്ങനെ 45 മാർക്ക്, ടോട്ടൽ 45 മാർക്കും. സമയം 2 മണിക്കൂറുമാണുള്ളത് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ടൈമിൽ എല്ലാവരും ഉത്തരം നന്നായിട്ട്, ചോദ്യം നന്നായി വായിക്കുക, ഉത്തരം നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആരോഗ്യ കായികം വിദ്യാഭ്യാസം, അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം എത്രയാണ്? അപ്പോൾ ചോദ്യം എന്താണ്? ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം എത്രയാണ്? അപ്പോൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൻ്റെ പുസ്തകം, ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായി വായിക്കണം. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് 250 മുതൽ 350. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം സാധാരണയായി 250 മുതൽ 350 ഗ്രാം വരെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? 250 മുതൽ 300. അപ്പോൾ ആൻസർ ഫസ്റ്റ് 250 മുതൽ 350 വരെ എന്നാണ് ആദ്യത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, രണ്ടാമത്തത് ചേരും പടി ചേർക്കുക. അപ്പോൾ ചേരും പടി ചേർക്കുക എന്ന് പറയുന്നതിൽ ഇതിലെന്താണ്? ആദ്യം കായിക വിനോദം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കി. എ 1 ശരി. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ശരി. പിന്നെ ബി എന്ന് പറയുന്നത് 2 ശരി. സി എന്ന് പറയുന്നത് 3 ശരി എന്നാണ് ആദ്യത്തെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ. പിന്നെ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ്? ബി എന്ന് പറഞ്ഞത് എ 2, ബി 3, സി 1. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ തന്നിരിക്കുന്നത്? എ 2, ബി 1, സി 3. ഇനി ഇത് ചോദ്യത്തിലേക്ക് നോക്കുക. കായിക വിനോദം വായിക്കുക. കായിക വിനോദം എന്ന് പറയുമ്പോൾ ഇതിൽ വായിച്ചു നോക്കുക. ശാരീരികമായും മാനസികമായും സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണോ കായികം? സ്വസ്ഥമായിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ 1 A1 അല്ല, അത് തെറ്റല്ലേ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ നോക്കിയേ. A1 എന്ന് പറയുന്നത് എ തന്നെയാണ്. അപ്പോൾ A1 ശരിയല്ല. അപ്പോൾ ഈ ആൻസർ തെറ്റാണ് എന്ന് മനസ്സിലാക്കി. ഇനി ഒന്നുകൂടി വായിക്കുക. കായിക വിനോദം, ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പെടുന്ന കായിക പ്രവർത്തനം, ഇത് ശരിയല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? 2 A2. അപ്പോൾ നോക്കിയാൽ ഇവിടെ A2 ഉണ്ട്, അതുപോലെ സി ഓപ്ഷനിൽ A2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിച്ചാൽ നമുക്കിത് ഇതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം വായിക്കണം. പുനഃപ്രാപ്തി വായിക്കുമ്പോൾ എന്താണ്? ശാരീരികമായും മാനസികമായും സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയാണോ, അതോ ഏതൊരു കായിക അധ്വാനത്തിനും ശേഷവും ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥയാണോ? നമ്മൾ ടെക്സ്റ്റ് വായിച്ചാൽ നമുക്ക് കിട്ടും. എന്താണ് ആൻസർ? ഇനിയിപ്പോൾ ഇതറിയില്ല എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. അപ്പോൾ വിശ്രമം സി എന്ന് പറയുമ്പോൾ നോക്കിയേ. വിശ്രമം ശാരീരികമായും മാനസികമായും സ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ വിശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? സി എന്ന് പറയുന്നത് 1 അല്ലേ? സി എന്ന് പറയുന്നത് 1. അപ്പോൾ ഇതിൽ C1 എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? നോക്കിയേ. C1 എന്ന് പറയുന്നത് ബി അല്ലേ? ബി ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതല്ല, ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, നന്നായി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അല്ലാണ്ട് വായിക്കാൻ ആരും മടി കാണിക്കരുത്. എക്സാം ഹാളിൽ പോയിട്ട് വായിക്കാൻ ആരും മടി കാണിക്കരുത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി കേട്ടോ. അയ്യോ, ഡി ഓപ്ഷനും ഉണ്ടായിരുന്നേ, കണ്ടില്ല. പക്ഷേ ഡി അല്ല, ബി തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത്, കായികക്ഷമത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കായികക്ഷമത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് കായികക്ഷമത എന്നാൽ ഒരാൾക്ക് ശാരീരിക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്യാനുള്ള കഴിവാണ്. കായികക്ഷമത എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഓടാനാണെങ്കിലും പ്രവർത്തനങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കഴിവാണ് കായികക്ഷമത എന്ന് പറയുന്നത്. ഇതിൽ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ആരോഗ്യം, പേശികളുടെ ശക്തിയും വഴക്കവും, ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു.
അപ്പോൾ ശരീരത്തിലധികം കൊഴുപ്പ് ആവശ്യമില്ല നമുക്കറിയാം. ഹൃദയം നന്നായിട്ട് ഹൃദയവും അതുപോലെ ശ്വാസകോശത്തിനും നല്ല ആരോഗ്യം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പറയുക കായികക്ഷമതയുണ്ടെന്ന് പറയാം. അപ്പോൾ നല്ല കായികക്ഷമതയുള്ള ഒരാൾക്ക് ദൈനംദിന ജോലികൾ എളുപ്പത്തിൽ ചെയ്യാനും ക്ഷീണം കൂടാതെ കൂടുതൽ നേരം പ്രവർത്തിക്കാനും രോഗങ്ങളെ ചെറുക്കാനും സാധിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, സ്കൂളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്കും ചിലപ്പോൾ അസുഖം വരും. അതെന്തുകൊണ്ടാണ്? നമുക്ക് കായികക്ഷമത കുറവായതുകൊണ്ടാണ്. ഓക്കെ, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളവരാണ് കായികക്ഷമത ഉള്ളവരെന്ന് പറയാം. അതുപോലെ പിന്നെന്താണ്, നമ്മൾ കുറേ ജോലികൾ ഒരു ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കൂടുതൽ നേരം പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് കായികക്ഷമത കുറവാണ്. ഇനി ക്ഷീണം കൂടുതലായിട്ട് തോന്നാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈനംദിന ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അർത്ഥം? കായികക്ഷമത നമുക്ക് കൂടുതലാണ്. അപ്പോൾ കായികക്ഷമത എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും ദൈനംദിന ജോലികളെല്ലാം അനായാസം ചെയ്യാൻ പറ്റുന്നതിനാണ്, പ്രവർത്തിക്കാനും പറ്റുന്നതിനാണ് നമ്മൾ കായികക്ഷമത എന്ന് പറയുന്നത്. അതുപോലെ രോഗങ്ങളെ ചെറുക്കാനും സാധിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, നിശ്ചല ശരീര സംസ്ഥിതി എന്നാൽ എന്ത്? അതെന്താണ് ശരീര സംസ്ഥിതി? ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എളുപ്പമാണ്. നിശ്ചല ശരീര സംസ്ഥിതി, ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് പോസ്ചർ എന്ന് പറയും. ശരീര അവയവങ്ങൾ ശരിയായ രീതിയിൽ നിശ്ചലാവസ്ഥയിൽ വെക്കുന്ന രീതി. നമ്മൾ ഇരിക്കുക, ഉദാഹരണത്തിന് ഇരിക്കുക, നിൽപ്പ്, കിടപ്പ്, ഇതെല്ലാം ശരീരത്തിന് നിശ്ചലാവസ്ഥയിലാണ്. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ശരീരാവയവങ്ങൾ ശരിയായ രീതിയിൽ നല്ല റിലാക്സ് ചെയ്തിരിക്കുന്നതിനാണ് നിശ്ചല ശരീര സംസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചല ശരീര സംസ്ഥിതിക്ക് എന്താണെന്ന് എഴുതിയാൽ മതി? ശരീരാവയവങ്ങൾ ശരിയായ രീതിയിൽ നിശ്ചലാവസ്ഥയിൽ വെക്കുന്ന രീതി. ഇരുപ്പ്, നിൽപ്പ്, കിടപ്പ്. ശരിയായ രീതിയിൽ ഇരിക്കുമ്പോൾ കുത്തി ഇരിക്കണതല്ല, നിൽക്കുമ്പോഴും നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കിടക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതിനാണ് നിശ്ചല ശരീര സംസ്ഥിതി എന്ന് പറയുന്നത്. ഉദാഹരണം ഇരുപ്പ്, നിൽപ്പ്, കിടപ്പ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹമ്മിങ് ബീ പ്രവർത്തനം ചെയ്യുന്നത് എങ്ങനെ? അല്ലെങ്കിൽ നല്ല ആഹാരശീലങ്ങൾ എഴുതുക. ഹമ്മിങ് ബീ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഹമ്മിങ് ബീ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഹമ്മിങ് ബീ പ്രവർത്തനം ഇതുപോലെ ചെവി, കണ്ണ്, മൂക്ക്, വായ അതൊക്കെ അടച്ച് പിടിച്ചിട്ടിരുന്നുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്നതിന്, അതിനാണ് ഹമ്മിങ് ബീ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ തള്ളവിരലുകൾ കൊണ്ട് ഇരു ചെവികളും ചൂണ്ടുവിരലുകൾ ഉപയോഗിച്ച് ഇരു കണ്ണുകളും അടച്ചു പിടിക്കണം. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് തേനീച്ച മൂളുന്ന ശബ്ദത്തോടുകൂടി ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് ഹമ്മിങ് ബീ എന്ന് പറയുന്നത് കേട്ടോ. ഹമ്മിങ് ബീ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ തള്ളവിരലുകൾ കൊണ്ട് ഇരു ചെവികളും ചൂണ്ടുവിരലുകൾ ഉപയോഗിച്ച് ഇരു കണ്ണുകളും അടച്ചു പിടിക്കണം. ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് തേനീച്ച മൂളുന്ന ശബ്ദത്തോടുകൂടി ശ്വാസം പുറത്തേക്ക് വിടുക. ഓക്കെ, ഇതാണ് ഹമ്മിങ് ബീ പ്രവർത്തനം എന്ന്. അപ്പോൾ ഹമ്മിങ് ബീ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താ എഴുതണം? ഇതറിയില്ല എങ്കിൽ എഴുതണം നല്ല ആഹാരശീലങ്ങൾ എങ്ങനെയാണ്? നല്ല ആഹാരശീലങ്ങൾ എഴുതുക. നല്ല ആഹാരശീലങ്ങൾ എങ്ങനെയാണ്? അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നോക്കിയേ, നല്ല ആഹാരശീലങ്ങൾ. വ്യായാമം കഴിഞ്ഞ് കുറഞ്ഞത് 1 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. അപ്പം നമ്മൾ നല്ല ആഹാരം എന്ന് പറയുമ്പോൾ ആഹാരം സാവധാനം ചവച്ചരച്ച് കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത്താഴം കഴിക്കാൻ വൈകരുത്. ഉറങ്ങുന്നതിനും കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഇടവേളകളിൽ കഴിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ആഹാരശീലങ്ങൾ എന്ന് പറയുന്നത്. വ്യായാമം കഴിഞ്ഞ് കുറഞ്ഞത് 1 മണിക്കൂർ നടക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് 1 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് ശീലമാക്കണം. കഴിഞ്ഞ് കുറഞ്ഞത് 1 മണിക്കൂറിന് ശേഷം കേട്ടോ. പിന്നെ പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. നമ്മൾ സ്കൂളിൽ പോകാനെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ പോകരുത്. ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. നമ്മൾ ഈ ബർഗർ അതൊക്കെ കഴിക്കണം, അതൊക്കെ ഒഴിവാക്കുക. അതൊന്നും നല്ലതല്ല. ആഹാരം എങ്ങനെ കഴിക്കണം? ചവച്ചരച്ച് വേണം കഴിക്കാൻ. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അത്താഴം നമ്മൾ എത്രത്തോളം നേരത്തെ ഒരു 7 മണിക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഉറങ്ങുന്നതിന് കുറഞ്ഞ് 2 മുതൽ 3 മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിച്ചിരിക്കണം. അപ്പോൾ നിങ്ങളൊരു 9 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ ഒരു 7 മണിക്കെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞൊന്നും കഴിക്കരുത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഇടവേളകളിൽ കഴിക്കുക. പച്ചക്കറികൾ കഴിക്കാം, പഴവർഗ്ഗങ്ങൾ അല്ലാതെ നമ്മൾ ചോറ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കരുത്. അത് നല്ല ആഹാരശീലമല്ല. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ നല്ല ആഹാരശീലങ്ങളിൽ എഴുതേണ്ടത്.
ഇനി അടുത്തത് ഭുജംഗാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? നമ്മളെ യോഗ അതിലുള്ളതാണ് ഭുജംഗാസനം ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ശരിയായ ശരീര സംസ്ഥിതി ഏതെന്ന് കണ്ടെത്തുക. ഇതിലേതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഭുജംഗാസനം, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭുജംഗാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭുജംഗാസനം ചെയ്താലുള്ള ഗുണങ്ങളാണ്: മുതുകിലെ പേശികൾക്ക് ബലം ലഭിക്കും. മുതുകിലെ പേശികൾക്ക് ബലം ലഭിക്കും. അതിന് മുന്നേ നമുക്ക് ഭുജംഗാസനം എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഗുണങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഭുജംഗാസനം ചെയ്യുക. കാലുകൾ ചേർത്ത് വെച്ച് ചിത്രത്തിലേതുപോലെ കമിഴ്ന്നു കിടക്കുക. കൈമുട്ടുകൾ മടക്കി കൈപ്പത്തിയെ നെഞ്ചിന് ഇരുവശത്തുമായി തറയിൽ പതിപ്പിക്കുക. ചിത്രം കാണിച്ച പോലെ തന്നെ ഘട്ടം 3 കൈമുട്ടുകൾ ശരീരത്തിൽ നിന്ന് അധികം അകലാതെ നെഞ്ചിന് സമാന്തരമായി വെച്ച് നാഭിക്ക് മുകളിലുള്ള ശരീരഭാഗം ഉയർത്തി തല പിറകിലോട്ട് വളച്ച് മുകളിലേക്ക് നോക്കുക. സുഖമായി കഴിയുന്ന സമയം അത്രയും ഈ അവസ്ഥയിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. ഇങ്ങനെയാണ് നമ്മൾ ഭുജംഗാസനം ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യത്തിൽ ഗുണങ്ങൾ, ഇത് ചെയ്താൽ നമുക്കുള്ള ഗുണങ്ങൾ നോക്കി. ഈ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ കണ്ടില്ല, ഇവിടെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് നെഞ്ചിനൊക്കെ, അതായത് മുതുകിനൊക്കെ നല്ല ഒരു ബലം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഗുണങ്ങളായിട്ട്. അപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മുതുകിലെ പേശികൾക്ക് ബലം ലഭിക്കുന്നു, ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു, ശ്വസന വ്യവസ്ഥയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നു, ശ്വസന വ്യവസ്ഥയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് വായിക്കാം. ഇനി അടുത്തത്, ഇതിലെ ശരിയായ ശരീര സംസ്ഥിതി ഏതെന്ന് കണ്ടെത്തുക. ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത് അതോ ഇങ്ങനെ ഇരിക്കുന്നതാണോ? ഏതാണ്? ബി ആണ് ഏറ്റവും നല്ലത് അല്ലേ? നേരെ ഇരിക്കണം, നിവർന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് തേയ്മാനം ഉണ്ടാവും അല്ലേ. പിന്നെ അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അടുത്ത ചോദ്യം, സ്കിപ്പിംഗ് വ്യായാമം ചെയ്തപ്പോൾ ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരും? എന്താ പറയുക, നമ്മുടെ വയറിനൊക്കെ കുറേ നേരം നമ്മൾ സ്കിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ വയറിൻ്റെ കൂടുതലായിട്ടുള്ള കൊഴുപ്പൊക്കെ ഇല്ലാണ്ടാവും, അലിഞ്ഞ് പോവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ സ്കിപ്പിംഗ് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് താഴെ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. ക്ഷീണവും തളർച്ചയും കുറയും. നമുക്കുള്ള ക്ഷീണം, തുടർച്ചയായി സ്കിപ്പിംഗ് ചെയ്യുന്നത് തളർച്ചയും ക്ഷീണവും ഒഴിവാക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ക്ഷീണമൊക്കെ തളർച്ചയൊക്കെ കുറയും നന്നായിട്ട് സ്കിപ്പ് ചെയ്യണമെങ്കിൽ. സ്റ്റാമിന വർദ്ധിക്കും. നമ്മളുടെ സ്റ്റാമിന, എനർജി, ഇത് സ്റ്റാമിന മെച്ചപ്പെടുത്താൻ നല്ലതാണ്. കൂടുതൽ സ്കിപ്പിംഗ് ചെയ്യുമ്പോൾ സ്റ്റാമിന വർദ്ധിക്കുന്നു. ആദ്യം ഒരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ആകെ ചിലപ്പോൾ 10 എണ്ണം ചെയ്യാൻ പറ്റുള്ളായിരിക്കും. പക്ഷെ പിന്നീട് അടുത്ത ദിവസം ചെയ്യുമ്പോൾ നമുക്ക് 20 ആക്കി കൊണ്ടുവരാം, കൂട്ടി കൊണ്ടുവരാം. അതിനർത്ഥം എന്താണ്? നമുക്ക് സ്റ്റാമിന കൂടിയെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ശരീരം ശാന്തവും വഴക്കമുള്ളതുമാക്കുന്നു. സ്കിപ്പിംഗ് നിങ്ങളുടെ ശരീരത്തെ ശാന്തമാക്കി വയ്ക്കും, വഴക്കമുള്ളതുമാക്കി മാറ്റുന്നു. പേശികൾക്ക് ബലവും ശക്തിയും ലഭിക്കുന്നു. ഇത് പേശികൾക്ക് ബലവും ശക്തിയും നൽകുകയും അവയെ വിശ്രമിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നമ്മുടെ പേശികളൊക്കെ നല്ല ബലവും ശക്തിയും ലഭിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശ്വാസകോശം നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസതടസ്സമൊക്കെ ഉള്ളവർ സ്കിപ്പിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് ഒരു കിതപ്പ് തോന്നും, പക്ഷെ നമ്മുടെ സ്റ്റാമിന കൂടും, അതുപോലെ പേശികൾക്ക് ബലവും ശക്തിയൊക്കെ കൂടും. സ്കിപ്പിംഗ് ചെയ്യുന്നത് ശ്വാസകോശത്തിലേക്കുള്ള രക്തചംക്രമണവും ശ്വാസമെടുപ്പും എല്ലാം നല്ല രീതിയിലാക്കും, കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്കിപ്പിംഗ് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അതറിയില്ല എഴുതണമെങ്കിൽ താഴെ കൊടുക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്, ഇത് പുസ്തകത്തിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്ര അളവ് കുടിക്കണം? 9 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്ര അളവിൽ വെള്ളം കുടിക്കണം എന്നാണ് ചോദ്യം. ഇപ്പോൾ നോക്കിയ പ്രായം 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ എത്ര വെള്ളം? 1.6 ലിറ്റർ അളവ് വെള്ളം കുടിക്കണം. അതുപോലെ നിങ്ങൾ 9 മുതൽ 13 വയസ്സ് വരെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര വെള്ളം കുടിക്കണം? അപ്പോൾ 2.3 ലിറ്റർ 2.3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം. അത്രയും കുടിക്കാറുണ്ടോ? എല്ലാവരും കുടിക്കാറുണ്ടോ? സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുപ്പിയിൽ വെള്ളം അതുപോലെയാണോ നിങ്ങൾ കൊണ്ടുവരാറ്? അപ്പോൾ 2.3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. അതിൽ ചായ ഒന്നും പെടില്ല കേട്ടോ. ചായ കുടിച്ചാൽ ലിറ്റർ വെള്ളം ആവില്ല, വെള്ളമായിട്ട് തന്നെ കുടിക്കണം. ഓക്കെ, പിന്നെ 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളോ 2.8 ലിറ്റർ മുതൽ 3.3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പോൾ പ്രായം ഇത് നന്നായിട്ട് വായിക്കുക. നിങ്ങൾ എത്ര വെള്ളം കുടിക്കണം? 2.3 ലിറ്റർ വെള്ളം കുടിക്കണം. 9 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾ 2.3 ലിറ്റർ വെള്ളം കുടിക്കണം. 4 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ 1.6 ലിറ്റർ വെള്ളം കുടിക്കണം. 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ 2.8 ലിറ്റർ മുതൽ 3.3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഇതാണ് ചോദ്യം.
ഇനി അടുത്ത ചോദ്യം, ശരിയായി നിൽക്കുന്നത് എങ്ങനെ? ശരിയായി നിൽക്കുന്നത് എങ്ങനെ? ഒടിഞ്ഞു തൂങ്ങിയാണോ നിൽക്കേണ്ടത്? അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ഒടിഞ്ഞു തൂങ്ങി നിൽക്കണ പോലെയാണോ നമ്മൾ നിൽക്കേണ്ടത്? അല്ല. ശരിയായി നിൽക്കുന്നത് എങ്ങനെയാണ് എന്നും വിവരിക്കാനാണ് ഇവിടെ ചോദിക്കുന്നത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ശരിയായി നിൽക്കാൻ പരിശീലിക്കാം. തല മുകളിലേക്കോ താഴേക്കോ വശങ്ങളിലേക്കോ ചലിക്കാതെ മുന്നോട്ട് നോക്കുക. നേരെ നിൽക്കണം, മുന്നോട്ട് നോക്കി നിൽക്കണം, തല കുനിഞ്ഞല്ല നിൽക്കേണ്ടത്. തോൾ പിന്നോട്ട് വലിച്ച് നിർത്തുക, നല്ല വിടർന്ന് നിൽക്കണം. നെഞ്ചൽപ്പം മുന്നോട്ട് തള്ളിപ്പിടിക്കുക. തോള് ബാക്കിലോട്ട്, നെഞ്ചൽപ്പം മുന്നോട്ടും തള്ളിപ്പിടിക്കുക. വയർ ഉള്ളിലേക്ക് വലിച്ചു നിർത്തുക. കാൽമുട്ടുകൾ നേരെയാക്കി നിർത്തുക, എന്നാൽ ലോക്ക് ചെയ്ത് നേരെ നിൽക്കണം, അമർത്തി പിടിക്കരുത്. ശരീരഭാരം 2 കാലുകളിലും തുല്യമായി, ഒരു കാലിന് മാത്രം ശരീരഭാരം കൊടുത്ത് നിൽക്കരുത്. ശരീരഭാരം 2 കാലുകളിലും തുല്യമായി വിതരണം ചെയ്യുക. ഇങ്ങനെയാണ് നിൽക്കാൻ പരിശീലിക്കുന്നത്, ശരിയായി നിൽക്കാൻ പരിശീലിക്കേണ്ടത്. ഇങ്ങനെ തന്നെയാണോ നമ്മൾ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ നിൽക്കാറ്? അല്ല അല്ലേ? താഴെ ചിത്രം വരച്ചും മണ്ണിലൊക്കെ വരച്ചും കാലുകൊണ്ട് വരച്ചൊക്കെയാണ് നമ്മൾ നിൽക്കാറ് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് എന്തിൻ്റെ ആൻസർ? കല, ആരോഗ്യ കായിക വിദ്യാഭ്യാസം 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എളുപ്പമല്ലേ? നല്ല എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നന്നായിട്ട് നോക്കുക. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് ചോദിക്കുക. ഇനി കലാവിദ്യാഭ്യാസം നമുക്ക് നോക്കാം. സ നി ദ പ മകരിസ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ 1, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സ നി ദ പ മകരിസ, അതുപോലെ തിത്തിത്താര തിത്തിത്തേ. പിന്നെ ഇതെല്ലാവർക്കും അറിയണ പാട്ടായിരിക്കും. നാടിൻ നന്മകനെ പൊന്മകനെ എന്ന് പറഞ്ഞ പാട്ട് അല്ലേ? നാടിൻ നന്മകനെ പൊന്മകനെ എന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ടീച്ചർ പറഞ്ഞ പോലെയല്ല, പാടാൻ എല്ലാവർക്കും അറിയായിരിക്കും. തന്നാനെ താന, തന തന്നാനം താന. ഇവയിൽ വായ്ത്താരി അല്ലാത്തവ. വായ്ത്താരി എന്താണ്? വായ്ത്താരി അല്ലാത്തവ. ഇതിൽ ഏതാണ് വായ്ത്താരി അല്ലാത്തവ? ഇതല്ലേ, ഈ പാട്ടല്ലേ? എന്താണിത് വായ്ത്താരി അല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം? അപ്പോൾ ഇവയിൽ വായ്ത്താരി അല്ലാത്തവ ഏതാണെന്ന് വെച്ചാൽ, വായ്ത്താരി എന്നത് സംഗീതത്തിൽ, പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ താളത്തെയും രാഗത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. ഇതൊന്നും എക്സാമിന് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നെയാണ്. സനിദപ മകരിസ, ഇത് സംഗീതത്തിലെ സ്വരസ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് വായ്ത്താരിയാണ്. അപ്പോൾ ഒരു സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സനിദപ മകരിസയാണ്. അപ്പോൾ അതെന്ത് തന്നെയാണ്? വായ്ത്താരിയാണ്. അതുപോലെ തിത്തിത്താര തിത്തിത്തേ, ഇത് നൃത്തത്തിലെ താളങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതും ഒരു വായ്ത്താരിയാണ്. പക്ഷേ നാടിൻ നന്മകനെ പൊന്മകനെ, ആ പാട്ട് ഏതിലാണ്? അതെല്ലാവർക്കും അറിയാം, പറയാനറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊരു പാട്ടിലെ വരികളാണ്. ഇതെന്തല്ല? വായ്ത്താരി അല്ല. തന്നാനെ താന, തന തന്നാനം താന, ഇതൊരു നാടൻ പാട്ടുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഒരു തരം വായ്ത്താരിയാണ്. അപ്പോൾ നാടിൻ നന്മകനെ പൊന്മകനെ ആണ് ഇതിൻ്റെ ആൻസർ. അതൊരു പാട്ടിലെ വരികൾ മാത്രമാണ്. ഇനി അടുത്തത് കുമ്മാട്ടിക്കളി സിനിമ. ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിലെ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഏതാണ്? കുമ്മാട്ടിക്കളി. മൈക്കൽ ജാക്സൺ എല്ലാവർക്കും അറിയായിരിക്കും. മൈക്കൽ ജാക്സൺ കളിക്കുന്നത് കുമ്മാട്ടിക്കളിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. മൈക്കൽ ജാക്സൺ കുമ്മാട്ടിക്കളി കളിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. മൈക്കൽ ജാക്സൺ കുമ്മാട്ടിക്കളി അല്ല കളിക്കുക. അതുപോലെ ഒപ്പന വഞ്ചിപ്പാട്ടാണോ? ഒപ്പന എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണോ? ഒപ്പന ഇത് തെറ്റായ ജോഡിയാണ്. ഒപ്പന ഒരു മാപ്പിള കലാരൂപമാണ്, മാപ്പിളപ്പാട്ടാണ്, കലാരൂപമാണ്. വഞ്ചിപ്പാട്ട് വള്ളംകളി. വഞ്ചിപ്പാട്ട് എന്താണ്? വള്ളം കളിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതൊരു തെറ്റാണ്. പക്ഷേ സിനിമ ലൂമിയർ സഹോദരന്മാരാണ്. സിനിമയുടെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ലൂമിയർ സഹോദരൻ ആരാണ്? ലൂമിയർ സഹോദരന്മാരാണ്. പിന്നെ ഏടാകൂടം എന്നത് ഒരു തരം പസിലാണ്. പസില് കളിയാണ് ഏടാകൂടം. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് പറയുന്നത്? കുമ്മാട്ടിക്കളി മൈക്കൽ ജാക്സൺ അല്ല, തെറ്റ്. സിനിമ ലൂമിയർ സഹോദരന്മാരാണ്. ഒപ്പന വഞ്ചിപ്പാട്ടല്ല, അല്ലേ? വഞ്ചിപ്പാട്ടല്ല. ഏടാകൂടം പസിലുകൾ. അപ്പോൾ 2 ജോഡികളാണ് ശരിയായുള്ളത്. അപ്പോൾ 2ഉം പിന്നെ ഏതാണ്? 4ഉം ശരി. ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ. ഇനി 3 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ജലം ഉപയോഗിച്ച് ചെയ്യാവുന്ന മാധ്യമങ്ങളാണ് അക്രിലിക് പെയിൻറ്റ്. അക്രിലിക് പെയിൻറ്റ് അറിയാം അല്ലേ? ജലം ഉപയോഗിച്ച് ചെയ്യുന്ന മാധ്യമങ്ങൾ അക്രിലിക് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ് എന്നിവ. ഇവ കൂടാതെ 2 മാധ്യമങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരാണ് പോസ്റ്റർ കളർ എന്ന് പറയും. ഒരെണ്ണമുണ്ട് പോസ്റ്റർ കളർ കേട്ടോ. പിന്നെ ഏതാണ്? എണ്ണച്ചായം എന്ന് പറയും. എന്താണ്? എണ്ണ ചായം. ഇത് രണ്ടും എന്താണ്? ഒരു ജലം ഉപയോഗിച്ച് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം.
ഇനി ഇതൊക്കെ ഏത് കളികളാണ്? 4ാമത്തെ ചോദ്യത്തിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? ഇതൊക്കെ കുമ്മാട്ടിക്കളിയുണ്ട്, അപ്പോൾ നിങ്ങൾക്കറിയുന്നത് കൈകൊട്ടിക്കളിയുണ്ട്. പിന്നെ ഇതെന്ത് കളിയാണെന്ന് വെച്ചാൽ എഴുതുക. ഇനി അടുത്തത് 5ാമത്തെ ചോദ്യം, കരവിരുതും നൈപുണ്യവും ഉൾച്ചേർന്ന് വരുന്ന നിർമ്മാണ രൂപകൽപ്പനയാണ് കരകൗശലം. ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കാവുന്ന 4 കരകൗശല വസ്തുക്കൾ ഉദാഹരണങ്ങൾ ഏത്? കരവിരുതൽ, നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്നതിൻ്റെ 4 കരകൗശല വസ്തുക്കൾക്ക് ഉദാഹരണം എഴുതാനാണ് 5ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ, മുള കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ഫർണിച്ചറുകളൊക്കെ എന്താണ്? കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. പിന്നെ മൺപാത്രങ്ങൾ, കളിമണ്ണിൽ നിർമ്മിച്ച പാത്രങ്ങളാണ്. പിന്നെ തടിയിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ, അതൊക്കെ തടിയിൽ കൊത്തിയെടുക്കില്ലേ, അതൊക്കെ എന്താണ്? ഇത് തന്നെയാണ്. പിന്നെ കൈത്തറി, കൈകൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളിലെ തുണിത്തരങ്ങൾ, നമ്മൾ കുത്താമ്പുള്ളിയിലൊക്കെ കൈത്തറിയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? കരകൗശലമായിട്ട് ഉദാഹരണമായിട്ട് എഴുതാം. ഇനി അടുത്തത്, ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും ഉപയോഗിക്കുന്ന സൂമിങ്ങിനെ കുറിച്ച് 2 വാചകത്തിൽ കുറയാതെ എഴുതുക. ഫോട്ടോഗ്രാഫിലും വീഡിയോഗ്രാഫിയിലും ഉപയോഗിക്കുന്ന സൂമിങ്ങിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സൂം ചെയ്യില്ലേ, നമ്മൾ സൂം ചെയ്ത് എടുക്കുന്നത്. പിന്നെ പ്രശസ്തമായ 2 നാടക പ്രവർത്തകരുടെ പേര് എഴുതുക. പിന്നെ കുട്ടിക്കാലത്ത് തന്നെ നിരവധി ചിത്രങ്ങൾ വരച്ച എഡ്വേർഡ് തോമസ് ക്ലിൻറ്റിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി. അപ്പോൾ അടുത്ത പാർട്ട് 2-ൽ ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.